Dear teachers, trainers, educators, public speakers and others. നമ്മുടെ പ്രസൻറ്റേഷനിലൊക്കെ ഉപയോഗിക്കാവുന്ന ചില കഥകളുടെ സീരീസാണ് പറയാൻ പോകുന്നത്. സാഹചര്യങ്ങൾ മനുഷ്യനിൽ ചെലുത്തുന്ന സ്വാധീനം എന്തെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും സാഹചര്യങ്ങളാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയിട്ടുള്ളത്. ഒരു ഉദാഹരണം, 3 പാത്രത്തിൽ വെള്ളമെടുക്കുക. ഈ 3 പാത്രവും നന്നായിട്ട് ചൂടാക്കുക. അതിൽ ഒരു പാത്രത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് നിക്ഷേപിക്കുക, രണ്ടാമത്തതിൽ മുട്ട നിക്ഷേപിക്കുക, മൂന്നാമത്തിൽ കുറച്ച് കോഫി പൗഡറും ഇടുക. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത്. ആദ്യത്തേത് ഉരുളക്കിഴങ്ങ് ഹാർഡായിട്ടുള്ള ഉരുളക്കിഴങ്ങ് സോഫ്റ്റായി മാറുന്നു. ഇനി മുട്ടയുടെ കാര്യം എടുത്തു നോക്കൂ. ലിക്വിഡ് ഫോമിലുള്ള വളരെ ലിക്വിഡായിട്ടുള്ള ഒരു സാധനം മുട്ട, അത് ചൂടാക്കുമ്പോൾ ഹാർഡായി അതിൻ്റെ പുഴുങ്ങിയ രൂപത്തിൽ ഹാർഡായിട്ട് നമുക്ക് കിട്ടുന്നു. ഇനി കോഫി പൗഡർ എന്താ ചെയ്യുന്നത്? കോഫി പൗഡർ ആ വെള്ളത്തെ മുഴുവനും കാപ്പിയാക്കി മാറ്റി എന്നുള്ളതാണ്. നോക്കൂ, 3ഉം ഒരേ സാഹചര്യങ്ങളാണ്, പക്ഷെ 3 വസ്തുക്കളും ആ സാഹചര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്ത വിധം വ്യത്യാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെയാണ് മനുഷ്യന്റെ സാഹചര്യങ്ങളോടുള്ള പ്രവർത്തനങ്ങളും. ഒരേ സിറ്റുവേഷനിൽ 2 ആളുകൾ ചിലപ്പോൾ 2 രൂപത്തിൽ റെസ്പോണ്ട് ചെയ്തേക്കാം. അവരുടെ 2 ആളുടെ ജീവിതത്തിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപത്തിൽ അവരുടെ ജീവിതം മാറിയേക്കാം. പല സക്സസ്ഫുൾ ലൈഫിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും അത് മിക്കവാറും അദ്ദേഹത്തിന് എതിരായി വന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് വിജയം കൈവരിച്ചിട്ടുണ്ടാകുക എന്ന് പറയപ്പെടുന്നു. എം.എ. യൂസുഫ് അലി സാറിൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ടാവും. അന്ന് ഗൾഫ് നാടുകളിൽ നിന്ന് ആളുകളൊക്കെയും തിരിച്ച് വണ്ടി കയറുന്ന സമയത്ത് അദ്ദേഹം അതൊരു സാഹചര്യം അനുകൂലമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കുകയാണ് ചെയ്തതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ അവസരങ്ങൾ പല രൂപത്തിലും സാഹചര്യങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രൂപമനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ സക്സസും ഫെയിലിയറും തീരുമാനിക്കപ്പെടുന്നു എന്നതാണ് ഈ ഒരു ഉപമയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മൾ ഫേസ് ചെയ്യുന്ന ഏത് സാഹചര്യങ്ങളെയും അവരോട് റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്തുകൊണ്ട്, ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട്, അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടേതാക്കി മാറ്റാൻ നമുക്ക് കഴിയുക എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന പാഠം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.